ഉദ്ഘാടനം ചെയ്യാനായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ട കുട്ടികളെ, ഗവൺമെൻറ് ടൗൺ ഓഫീസ് ദിവ്യം മലയാളം ബാലകലാ സാഹിത്യ സമിതിയുടെ നേതൃത്വത്തിൽ ഒരു കാവ്യാലാപന മത്സരമാണ് ഇന്ന് നമ്മളിപ്പോൾ സംഘടിപ്പിക്കുന്നത്. പ്രതിമാസ പരിപാടിയുടെ ഭാഗമായിട്ടാണ് സംഘടിപ്പിക്കുന്നത്. അപ്പോൾ ഈ കാവ്യാലാപന മത്സരത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞിരിക്കണം. ഇതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഈ കാവ്യാലാപന മത്സരത്തിൽ എല്ലാ കുട്ടികളും പങ്കെടുക്കണം. കാരണം മറ്റൊന്നുകൊണ്ടല്ല, നമ്മൾ മലയാള ഭാഷയെ ചൊല്ലിപ്പഠിക്കുന്നു എന്ന് നമ്മൾ നമ്മുടെ ഹൃദയത്തിന് ഒരു ഉറപ്പ് വരുന്നു. മലയാളം എന്ന് പറയുന്നത് എന്താണ് മലയാളം? മാതാവാണ് മലയാളം, പിന്നെയാണ് മാതൃഭാഷയാണ്. മാതാവെന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിലാണ്. എന്താ രണ്ടർത്ഥം എന്ന് പറയുന്നത്? ഒന്ന്, എൻ്റെ പെറ്റ നാട്. പിന്നെ എനിക്ക് ഈ സമൂഹത്തോട് പ്രതികരിക്കാൻ നാവ് തന്ന വാണി സരസ്വതിയായ മലയാളം നിറഞ്ഞ ഭൂപ്രദേശം. ഇപ്പൊ രണ്ടർത്ഥത്തിലാണ്. ഇപ്പൊ രണ്ടമ്മമാരാണ്, ഒന്ന് മലയാളം, ഒന്ന് വാണി. ആരാ വാണി? വാണി എന്ന് പറഞ്ഞാൽ എന്താ വാക്കിന്റെ അർത്ഥം? വാണി എന്ന് പറഞ്ഞാൽ ആർക്കും അറിയില്ലേ? എന്താണ്? കുറച്ചു പറ. വാണി എന്ന് പറഞ്ഞാൽ പ്രകൃതി നല്ല. വേറെ ആർക്കെങ്കിലും നല്ല ആൻസറാണ്. പറഞ്ഞോളൂ, എന്താണ് പറഞ്ഞോളൂ. വേറൊരു അർത്ഥം പറഞ്ഞോളൂ. നിങ്ങൾക്ക് അറിയാവുന്ന അർത്ഥം പറഞ്ഞോളൂ. അറിയില്ല? അവിടെ പ്രതികരിക്കുന്നതുകൊണ്ട് വാണി എന്ന് പറഞ്ഞാൽ വാക്ക് എന്നാണ് അർത്ഥം. വാണി എന്ന് പറഞ്ഞാൽ എന്താണ്? വാക്കെന്ന് പറഞ്ഞാൽ ആരാണ്? സരസ്വതിയാണ്, അല്ലെ? അത് പ്രാർത്ഥിക്കാറുണ്ട്. എന്താ പ്രാർത്ഥിക്കുന്ന സരസ്വതിയെ കുറിച്ച്? ഓം ശ്രീ സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ ആണ് പറയുന്നത്. ഈ വാക്യം ഞാൻ വീട്ടിൽ ചൊല്ലാറുണ്ടോ? ഈ കുറിപ്പിലിരിക്കുന്ന എല്ലാവരും നല്ല വിജയമുള്ള കുട്ടികളാണ്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, ഈ വാക്യം നിങ്ങൾ വീട്ടിൽ ചൊല്ലാറുണ്ടോ? ചൊല്ലണം. അത് ഏത് ഭാഷയിലോ ഏത് മതത്തിലോ ആയിക്കോട്ടെ നമ്മളോ. പക്ഷേ മലയാളം എന്ന് പറയുന്നത് നമ്മുടെ പൈതൃകമാണ്. ആ പൈതൃകത്തെ നമ്മുടെ മനസ്സിൽ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് വാണിദേവിയുടെ കടാക്ഷം ഉണ്ടാകണം. ആ വാണിദേവിയുടെ കടാക്ഷം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പുസ്തകങ്ങൾ വായിക്കുന്നത്. പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിനകത്തുള്ള കവിതകളും കഥകളും നമ്മുടെ മനസ്സിനെ നിറയ്ക്കുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം, അല്ലെ? നിങ്ങൾ ഏതൊക്കെ കഥകൾ പഠിച്ചിട്ടുണ്ടോ? എന്തൊക്കെ കഥകൾ പഠിച്ചിട്ടുണ്ടോ? 5ാം ക്ലാസ്സുകാർ പഠിച്ച ആദ്യത്തെ കഥയാണ് ആരുടെ കഥയാണ്? ടോട്ടോച്ചാന്റെ കഥ പഠിച്ചിട്ടുണ്ടല്ലേ? പഠിച്ചിട്ടില്ലേ? 7ാം ക്ലാസ്സുകാർ പഠിക്കുന്നത് ഇപ്പൊ പഠിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? 6ാം ക്ലാസ്സാണ് അല്ലെ? 6ാം ക്ലാസ്സുകാരെ അക്കമ്മയുടെ കഥ പഠിച്ചിട്ടുണ്ടോ? 7ാം ക്ലാസ്സുകാർ അല്ലെ? 5ാം ക്ലാസ്സുകാർ ഗ്രേറ്റ ട്യൂൺബർഗിനെ പഠിച്ചിട്ടുണ്ടോ? അല്ലേ?
പഠിച്ചില്ലേ? 5ാം ക്ലാസ്സുകാരും ഇതിനകത്ത് ഉണ്ട്. 7ാം ക്ലാസ്സുകാർ ഇനി അടുത്ത വർഷം ചെല്ലുമ്പോൾ 8ാം ക്ലാസ്സിൽ നിങ്ങളുടെ കഷ്ടമാണെങ്കിൽ കുപ്പായം എന്ന് പറയുന്നത് തപ്പോഴിക്കുന്നുണ്ട്. 7ാം ക്ലാസ്സിൽ നിങ്ങളെ പഠിച്ചിട്ടുണ്ട്, ഫാത്തിമ തുരുത്ത് പഠിച്ചിട്ടുണ്ട് അല്ലേ? ആർക്ക് കാണാം ഫാത്തിമ തുരുത്ത്? ഫാത്തിമ തുരുത്തിലൊന്നു പോകണം രാത്രി വഞ്ചിയിൽ നിലാവു കാണണം. ആരാ പാടിയത്? കുരീപ്പുഴ ശ്രീകുമാർ. അടി കഴിഞ്ഞു. കുരീപ്പുഴ ശ്രീകുമാർ. അമ്മ മലയാളത്തിന്റെ കർത്താവാണ് കുരീപ്പുഴ ശ്രീകുമാർ. അപ്പൊ ആ അമ്മ മലയാളത്തെ അടയാളപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ കാവ്യാലാപന മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ കാവ്യാലാപന മത്സരത്തിൽ എല്ലാവരും പങ്കെടുക്കണം. ഒരാള് ഒരു കൊച്ചു കവിതയെങ്കിലും പാടണം എന്നുള്ളതാണ് എൻ്റെ ഒരു നിർദ്ദേശം. തെറ്റ് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. അഥവാ മറന്നുപോയാൽ ഇത്രയേ ഉള്ളൂ, മറന്നുപോയി എന്ന് പറയാതിരിക്കുക. പിന്നെയോ പാടിയത് നല്ല ഈണത്തോടു കൂടി പാടണം. അക്ഷരത്തെറ്റില്ലാതെ ഈണത്തോടുകൂടി വളരെ ഭാവം ഉൾക്കൊണ്ട് പാടുന്നവർക്കാണ് ഈ ഇരിക്കുന്ന എത്ര പേരുണ്ട്? 30ഓളം പേരുണ്ടല്ലേ? 25ഓളം പേരുണ്ടെന്ന് തോന്നുന്നു അല്ലേ? 5, 10, 15, 20, 25, 30, 35 പേരോളം. അപ്പോ ഈ 35 പേരിൽ നിന്ന് 3 പേരെ നമ്മൾ തിരഞ്ഞെടുക്കും. അപ്പൊ നിങ്ങൾ മികച്ച മത്സരം കാഴ്ചവെക്കണം. എങ്കിലേ നിങ്ങൾക്ക് ഇതിൽ ഒരാളാകാൻ പറ്റുകയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? 3 ക്ലാസ്സിൽ നിന്ന് 3 ഫസ്റ്റും 3 സെക്കൻഡും അങ്ങനെ 6 സമ്മാനമാണ് ഞങ്ങൾ തരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? പേര് വേണോ? പേര് കളഞ്ഞു കിടക്കുന്നുണ്ട്. പേടെന്ന് പറഞ്ഞാലോ 3 ഞാൻ പറഞ്ഞ മലയാളത്തിലാണ് പേര്. ഇതുവാ പേര്? ഒരു മീനാണ്, ഒരു മത്സ്യമാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അല്ലാതെ കവിത തട്ടിക്കൊണ്ടിരിക്കുന്നതാണ് 2 പേര് 3 പേര് പദ്ധതിയിൽ കവിത പിടിച്ചോണ്ടിരിക്കുന്നത്. മാസ്റ്റർ വെച്ചിരുന്ന മറ്റു കുട്ടികളെ ശ്രദ്ധപ്പെടുത്തുക. ഇവിടെ ശ്രദ്ധിച്ചിരിക്കും. ക്ലാസ്സിൽ ഇങ്ങനെയാണ്. ക്ലാസ്സിൽ അധ്യാപകൻ പറയുമ്പോൾ അധ്യാപകനെ ശ്രദ്ധിച്ചിരിക്കണം. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. അതാണ് ഗുരുത്വം എന്ന് പറയുന്നത്. ഏതൊരാളും അങ്ങനെ വേണം ചെയ്യാൻ. മനസ്സിലായില്ലേ? അല്ലാതെ അധ്യാപകൻ പോയിട്ട് പിന്നെ സംശയിച്ചിട്ട് കാര്യമില്ല. അധ്യാപകൻ പഠിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോൾ അധ്യാപകൻ പഠിപ്പിക്കത്തുള്ളൂ. പഠിപ്പിക്കുമ്പോഴും നമ്മൾ അവരോട് ചോദ്യം ചോദിക്കുന്നവരാകണം. അങ്ങനെ ചോദ്യം ചോദിക്കുമ്പോഴാണ് നമ്മിലെ മികച്ച കല പുറത്തു വരുന്നത്, നമ്മുടെ മികച്ച അറിവ് നമുക്ക് ലഭിക്കുന്നു. അപ്പൊ എന്തൊക്കെയായാലും ഈ കാവ്യാലാപന മത്സരത്തിലേക്ക് ഗവൺമെന്റ് ടൗൺ UPSലെ എല്ലാ നല്ല കുട്ടികളെയും മിടുക്കരായിട്ടുള്ള ആൺകുട്ടികൾ പൊതുവെ കുറവാണ്. ആൺകുട്ടികളുടെ ഒരു സാന്നിധ്യം സമൂഹത്തിൽ തന്നെ കുറഞ്ഞു വരികയാണ്. പെൺകുട്ടികൾ എല്ലാം കീഴടങ്ങിക്കൊണ്ട് മുന്നേറുകയാണ്. അവരുടെ ഈ ചരിത്രയാത്രയ്ക്ക് വിലങ്ങിടുവാൻ ഇനിയും ആൺകുട്ടികൾ വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തൊക്കെയായാലും ഇവിടെ കൂടിയിരിക്കുന്ന കൊച്ചു മിടുക്കന്മാർക്കും മിടുക്കുകൾക്കും തുല്യ മലയാളം ബാലകലാ സാഹിത്യ സമിതിയുടെ ഹൃദയം നിറഞ്ഞ സ്നേഹം രേഖപ്പെടുത്തിക്കൊണ്ട് കാവ്യാലാപന മത്സരത്തിലേക്ക് നടക്കുകയാണ്. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ജ്ഞാനഗുരു സാറ് 2 വാക്ക് സംസാരിക്കും. അദ്ദേഹത്തിൻ്റെ കയ്യിൽ മകളുണ്ടാകും. ജ്ഞാനഗുരു പറയണോ? അതല്ല, നമുക്ക് സമയമില്ല. ഇതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഉപസംഹരിക്കേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട് ഇന്നത്തെ ഈ കാവ്യാലാപന മത്സരം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം.